സംസ്ഥാനത്ത് ട്രെയിനിൽ ദുരിതയാത്ര നടത്തുന്നവർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. റെയിൽവേ വികസനവും വന്ദേ ഭാരതും കെ റെയിലും ഒക്കെ വോട്ടർമാരുടെ തെരഞ്ഞെടുപ്പ് ചിന്തകളാണ്. റെയിൽവേയിലെ യാത്രാ ദുരിതം തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും പ്രതിഫലിക്കുക? യാത്രക്കാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. कृपया पानी और विद्युत की बचत करें। യാത്ര എങ്ങനെ? നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്. പിന്നെ ഈ ട്രെയിനിലെ യാത്രയെ പിന്നെ പ്രയാസമാണോ ബാക്കിയുള്ള സമയത്തൊക്കെ? രാത്രിയിലെ പ്രശ്നം തന്നെയല്ലേ പെണ്ണുങ്ങളെ യാത്ര ചെയ്യല്ല, ഈ വോട്ട് ചെയ്യുമ്പോൾ ഈ റെയിൽവേയിലെ യാത്രാ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണോ വോട്ട് ചെയ്യുക? അങ്ങനെ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. റെയിൽവേ യാത്രക്കാർക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കാരണം റെയിൽവേ വികസനത്തിനായി കോടികൾ ചിലവാക്കിയെന്ന് മുന്നണികൾ അവകാശപ്പെടുന്നു, എംപിമാർ അവകാശപ്പെടുന്നു. എന്നാൽ യാത്രക്കാർ എത്രത്തോളം ഈ കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. യാത്രക്കാർക്കും പറയാനുണ്ട്. ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ വലിയ തോതിൽ തിരക്കാണ്, വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു റെയിൽവേ യാത്രക്കാരെന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നാടിന് നല്ല വികസനം വരുന്ന നല്ല കാര്യം. ഏത് റെയിൽവേ വന്നാലും നല്ല മെട്രോ വന്നാലും നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്ന് പല വണ്ടികളും കേരളത്തിലോടുന്ന ദൈനംദിനമായിട്ട് ഓടുന്ന പല വണ്ടികളും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്, പ്രത്യേകിച്ച് ഓഫീസ് ടൈമിലായി കഴിഞ്ഞാലും. അപ്പോൾ അതിന് റെയിൽവേ ഭാഗത്ത് നിന്ന് സമഗ്രമായിട്ടുള്ളൊരു വികസനം വരേണ്ടത് അത്യാവശ്യമാണ്. തിരക്കുകൾ കൂടുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, ഞാൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ നടത്തുന്നതാണ്. വന്ദേ ഭാരത് സാധാരണ ആൾക്കാർക്ക് കൂടി വന്ദേ ഭാരത് തന്നെയാണ് താല്പര്യം. വോട്ട് അല്ലെങ്കിൽ വന്ദേ ഭാരത്? കേരളയിൽ നിലവിൽ വരണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന് ഭയങ്കര സാമ്പത്തിക ബാധ്യതയാകും. അപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു 2 മാസം ട്രെയിനും എല്ലാം നല്ല തരത്തിൽ ഓടും. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഴയ തരത്തിലേക്ക് വരുന്നത്. കേരളയിലുള്ള കോൺസെപ്റ്റ് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്ദേ ഭാരത് ഇപ്പോൾ വന്ദേ ഭാരത് പോകണം, ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ പിന്നെ കേരളയിലായിട്ട് അത്രയും വലിയൊരു ഓവർ ബഡ്ജറ്റ് നമുക്കൊരു ബാധ്യത നിലവിലെ ബഡ്ജറ്റിൽ ബാധ്യതയായിട്ട് വേണമെന്ന് താല്പര്യമില്ല. പക്ഷെ നമ്മുടെ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ, അതിൻ്റെ ബോഗികൾ ഇതെല്ലാം പഴയതുപോലെ തന്നെ തുടരുന്നു, എല്ലാം കുറേയൊക്കെ തുരുമ്പെടുത്ത് പോകുന്നു. അപ്പോൾ ഈ റെയിൽവേ വികസനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല യാത്രക്കാരെന്ന രീതിയിൽ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക യാത്രക്കാരെന്നുള്ള രീതിയിൽ? ക്വാളിറ്റി എപ്പോഴും നോക്കും, ക്വാളിറ്റി നോക്കും. നിലവിലെ നമ്മളെ യാത്രാ സൗകര്യം എന്താണ്, യാത്രയിലെ കംഫർട്ട് കുറച്ചുകൂടെ നന്നാവുമെന്ന് തോന്നുന്നു. അത് ആഗ്രഹമുണ്ട്.